ഈ ഡിസംബർ 28 കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് 28. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരായ ആളുകളൊക്കെ ഒരു പിരിവൊക്കെ നടത്തണുണ്ട്. എന്തിനാണെന്നറിയോ? ഈ വിവാഹ ദിവസം ഒരു സമ്മാനം കൊടുക്കേണ്ട സഹപ്രവർത്തകയ്ക്ക്. ഈ വിവാഹത്തിനൊക്കെ പോകാനുള്ള ഡ്രസ് കോഡ് പോലും ആലോചിക്കുന്നുണ്ടായിരുന്നു ചിലരവിടെ. പക്ഷെ 26 പെട്ടെന്നൊരു വാർത്തയെത്തി. ആ വാർത്ത ഇപ്രകാരമായിരുന്നു: ഈ പെൺകുട്ടിയുടെ അപ്പൻ കോട്ടയത്തുള്ള ഒരു ആശുപത്രിയുടെ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തു. വലിയ പ്രതീക്ഷയോടുകൂടി ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും അടുത്തേക്ക് കടന്നു വന്ന ആ ദുഃഖത്തിന്റെ വലിയൊരു വാർത്ത. പിന്നെ ആകെ അസ്വസ്ഥമായി. എന്താണെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോ എല്ലാവരുടെയും മുമ്പിൽ വളരെ ചിരിച്ചുകൊണ്ട് നടക്കുകയാ. എല്ലാം കഴിഞ്ഞ് അപ്പം പോയിട്ടോ, എല്ലാം കഴിച്ച് അപ്പൻ പോയി. പ്രിയപ്പെട്ടവരെ, പിന്നെ അന്വേഷിച്ചറിയുകയായിരുന്നു, ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഏതോ ഒരാൾ ഒരു 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ 50,000 രൂപ കിട്ടാതെ വന്നപ്പോ അതിന്റെ അസ്വസ്ഥത കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ഒരു അപ്പൻ ഒളിച്ചോടുകയായിരുന്നു ലോകത്തിൽ നിന്ന്, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. എന്താണെങ്കിലും ശരി, ഈ വിവാഹത്തിന്റെ ദിനം, ഈ വിവാഹം നടക്കാനായിട്ട് എല്ലാവരും ഒത്ത് പരിശ്രമിച്ചു. എന്താണെങ്കിലും വിവാഹമൊക്കെ നടന്നു. പക്ഷേ വിവാഹത്തിന്റെ അന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകൻ ഒരു ചെക്ക് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ചെക്കച്ഛനൊന്ന് നോക്കാമോ? ഞാൻ നോക്കിയപ്പോ 1,07,000 രൂപയാണ് അവിടെയുള്ള എല്ലാ കൂട്ടുകാരും ചേർന്ന് ഇവൾക്ക് കൊടുക്കാൻ സമ്മാനമായി പിരിച്ചു വെച്ചിരുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ 50,000 രൂപയ്ക്ക് വേണ്ടി ജീവൻ ഒടുക്കിയ ഒരു അപ്പന്റെ മുമ്പിൽ മറുവശത്ത് ദൈവം തെളിച്ചു വെച്ച വഴിയേതെന്ന് തിരിച്ചറിയാനാകാതെ സ്വന്തം ജീവൻ വിട്ട് കടന്നു പോകുമ്പോ ആ കുടുംബത്തിന് കൊടുത്ത അപമാനത്തിന്റെ ഭാരം എത്രയായിരുന്നു? ആ മകളുടെ ജീവിതത്തിലേക്ക് കൊടുത്ത തിക്തഫലങ്ങളുടെ വേദനകൾ എത്രയായിരുന്നു? പ്രിയപ്പെട്ടവരെ, കാലം മാറിയപ്പോ അസ്വസ്ഥതകളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പതറുന്ന നമ്മുടെ മുമ്പിൽ ഒരു വിശുദ്ധ യൗസേപ്പ് വന്ന് നിൽക്കുകയാ, പരിശുദ്ധ കന്യകാമറിയം വന്ന് നിൽക്കുകയാ. എല്ലാവരും അപമാനിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും ഒരു കൂളായിട്ടുള്ളൊരു പോക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ യൗസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും പോക്ക്? പലപ്പോഴും ഈ പരിശുദ്ധ അമ്മ എത്തി നോക്കുന്നുണ്ടാകും യൗസേപ്പിന്റെ മുഖത്തേക്ക്. എത്ര പ്രതീക്ഷയോടെ ഈ മനുഷ്യൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എന്റെ ഭർത്താവായിട്ട്, ദൈവത്തിന്റെ അപ്പനായിട്ട്. എന്തൊരു ഗതികേടാ ദൈവമേ ഈ മനുഷ്യന്! വന്നപ്പം മുതൽ സഹനങ്ങൾ തന്നെ, അപമാനങ്ങൾ തന്നെ, കൊച്ചിനെ എടുത്തോണ്ട് ഓടേണ്ട ഗതികേട്. എന്തൊരവസ്ഥയാലേ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെത്! ആ സമയത്ത് യൗസേപ്പൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ സാധു സ്ത്രീയുടെ അടുത്തേക്ക്. ആ നോട്ടത്തിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ വലിയ മഹതിയായിരിക്കുമെന്ന് കരുതിയിട്ട് ഇതാണോ ദൈവത്തിന്റെ അമ്മയ്ക്ക് കിട്ടുന്ന അവസ്ഥ? ഇതാണോ ദൈവത്തെ ഉദരത്തിൽ പേറുന്നവൾക്ക് കിട്ടുന്ന സാഹചര്യം? പ്രിയപ്പെട്ട ഒരു വിശുദ്ധ യൗസേപ്പ് പിതാവ് പറയുകയാ, ദൈവത്തെ പേറുവാനായിട്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഹനം തന്നെയെ പുറകെ വരിക, സഹനം തന്നെയെ മുൻപിൽ പോവുക. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകർഷിച്ച ഒരു വീഡിയോ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ഫോട്ടോഗ്രാഫറിന് വേണ്ടിയിട്ട് വിവാഹം മാറ്റിവെക്കുകയും ആ വിവാഹത്തിന്റെ വേദിയിൽ ഫോട്ടോഗ്രാഫറിനെ സ്റ്റേജിൽ വിളിച്ചിട്ട് 2 ലക്ഷം രൂപ വിലയുള്ള ഒരു ഐഫോൺ കൊടുക്കുന്നതുമായ ഒരു രംഗം. ഒരു വശത്ത് യൗസേപ്പ് പിതാവിന്റെ വിവാഹം, മറുവശത്ത് ഈ കാലഘട്ടത്തിന്റെ വിവാഹം. ഇങ്ങനെ ഒത്തിരി വിവാഹങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം ഈ വിവാഹത്തിന്റെ ഏറ്റവും വലിയ രസമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഉറപ്പാ. ഒത്തിരി ആഘോഷത്തോടുകൂടെയാണ് വധൂവരന്മാരാകുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഈ വിവാഹത്തിന്റെ വേദിയിലേക്ക് എത്തിക്കുക. മധുരം വെപ്പായി, ചന്തം ചാർത്തായി, ഒത്തുകല്യാണായി, കെട്ടുകല്യാണായി, പ്രീ വെഡിങ് ഷൂട്ടായി, അതിനുശേഷം വീണ്ടും ഒരു വെഡിങ് ഷൂട്ടായി, എല്ലാം കൂടെ കഴിഞ്ഞ അന്യ ആഘോഷമാണത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഏതെങ്കിലും ഒരു വലിയ മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ സാധാരണ രീതിയിൽ ഈ മത്സര പരീക്ഷ ജയിച്ചൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പാണെങ്കിലും ഈ മത്സര പരീക്ഷയ്ക്ക് പോകുന്നവരധികം ഒത്തിരി പേരോട് കുട്ടിഘോഷിച്ച് പറയാറില്ല. ഏറ്റവും അടുത്തുള്ളവരോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം വിജയവും പരാജയവും മുമ്പിൽ നിൽക്കുമ്പോൾ പറയാനായിട്ട് ഒരു മടിയുണ്ട്. പക്ഷേ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ആ മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ ഒളിച്ചു വെച്ചിട്ടാ പോവുക. പക്ഷെ ഈ കാലഘട്ടത്തിന്റെ വിവാഹം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അന്യ ആഘോഷമാണ്. ഈ ആഘോഷം എപ്പോഴാണ് നടക്കണേന്നറിയോ? നമ്മുടെ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഒന്ന് കടന്നു പോയാൽ ബലിയർപ്പിക്കാനായിട്ട് 2 ബലിമൃഗങ്ങളെ കൊണ്ടുപോകുമ്പോഴാ ഒരു നാട് മുഴുവൻ വലിയ ആഘോഷമായി, വലിയൊരു പ്രൊസഷനായിട്ട്, പ്രദക്ഷിണമായിട്ട് കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴീ കാലഘട്ടത്തിന്റെ ഓരോ വിവാഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാ, ഒരു പുരുഷനും സ്ത്രീയും അവരവരുടെ ജീവിതങ്ങളെ ബലിയർപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന അതിമനോഹരമായ ഒരു ബലിയർപ്പണത്തിന്റെ വേദിയ ഓരോ വിവാഹവും. ഇനി വിശുദ്ധ യൗസേപ്പിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിവാഹത്തിലേക്കൊന്ന് വരാം. നേരത്തെ തന്നെ ഇതൊരു ബലിയർപ്പണമാണെന്ന് തിരിച്ചറിയുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒരു വശത്ത്,
ജീവിതം ബലി അർപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മ മറ്റൊരു വശത്ത്. ഈ രണ്ടുപേരും വിവാഹത്തിലൂടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടായേക്കാം. കാരണം എന്താണെന്നറിയോ? ഈ യോസേപ്പ് പിതാവിനോട് മാലാഖ പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തിന്റെ അപ്പനാവാൻ പോവുകയാ. പരിശുദ്ധ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തിന്റെ അമ്മയാവാൻ പോവുകയാ. ബലിയർപ്പണമാണ്, കുറെ സഹനങ്ങളുണ്ട് എന്ന് ഇവർക്ക് തോന്നിയാലും ശരി, വലിയ പ്രതീക്ഷകൾ കൂടിയാണ് വിശുദ്ധ യോസേപ്പ് പരിശുദ്ധ അമ്മ ഈ വിവാഹത്തിലേക്ക് കടന്നു വരിക. പിന്നെ നമുക്കറിയാലോ, വലിയ പ്രതീക്ഷയോടുകൂടെ കടന്നു വരുന്നവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന രംഗം. ഇവിടെ നിൽക്കുന്ന ഓരോ അപ്പനും അമ്മയും വിവാഹത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഒരു കുഞ്ഞ് ജനിക്കാറായപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വലിയ വലിയ മുന്നേറ്റങ്ങളായിട്ട് പലരും കടന്നു വന്നപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെ കടന്നു വന്നത്. പക്ഷേ പിന്നെ ജീവിതത്തിന്റെ പച്ച പരമാർത്ഥങ്ങളിൽ തിരിച്ചറിഞ്ഞത് കണ്ട സ്വപ്നങ്ങളായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ വെല്ലുവിളികളായിരുന്നു അതിനേക്കാൾ ഉപരിയെന്ന്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണും, നീ ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ടാണോ നിന്റെ ജീവിതത്തിൽ ഈ വലിയ ദുരന്തമുണ്ടായത്? ചോദിക്കും, നിനക്കൊരു ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ കുറവ് വരുമായിരുന്നോ? ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമായിരുന്നോ? നിനക്ക് ഈ രോഗം വരുമായിരുന്നോ? നിനക്ക് ഈ തളർച്ച വരുമായിരുന്നോ? നീ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നയാളല്ലേ? നിന്റെ മകള് പോയത് കണ്ടില്ലേ? നിന്റെ മകൻ പോയത് കണ്ടില്ലേ? അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം തിരിച്ചറിയ്, ദൈവമില്ല എന്ന്. ലോകം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ, ദൈവമില്ല എന്ന് നീ മനസ്സിലാക്കണമെന്ന്. പക്ഷേ യോസേപ്പ് പിതാവ് പറയുകയാ, നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ചൂണ്ടിക്കാണിച്ച് നമുക്ക് നൽകുകയാണ്, ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിന്റെ പങ്കാളിയുടെ ജീവിതത്തിലേക്ക് ഈ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? സഹനങ്ങളും കഷ്ടതകളും മാത്രമാണ്. പക്ഷെ അവസാനം ഇതാ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ഈ യോസേപ്പ് പിതാവിനെ തോളത്ത് പേറിക്കൊണ്ട ഇന്ന് നമ്മളെല്ലാവരും ഈ തെരുവീതിയിലൂടെ നടന്നു വന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവം കടന്നു വരുമ്പോൾ കൂടെ സഹനങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് അതിനെ ഒന്ന് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് മാറ്റമുണ്ടാകും.